മിഷന്റെ ഏറ്റവും ഡേഞ്ചറസ് പാർട്ട് തുടങ്ങിക്കഴിഞ്ഞു. മെഹുലും മാലിയും വെയർഹൌസിൽ ക്ലൂസ് തിരയുകയായിരുന്നു. അപ്പോഴേക്കും ആദിയും ലിയാനയും സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുന്നതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. സോണിയയും സോയയും ഓരോരോ ഗാർഡ്സിനെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരൊറ്റ തെറ്റ് മാത്രം മതി മിഷൻ മൊത്തം ഫെയിലാകുവാൻ. സർ, എനിക്ക് എൻക്രിപ്റ്റഡ് ഷിപ്മെന്റ് ലോക്സ് ലഭിച്ചു. നാളെ രാവിലെ വെപ്പൺസ് ഇന്ത്യയിലെ മൾട്ടിപ്പിൾ പോർട്സിൽ എത്തിച്ചേരുന്നതാണ്. ലിയാന, നിന്നോട് പറയുവാൻ വാക്കുകളില്ല. ഒരു ഹോളിവുഡ് സ്പൈ മൂവി നടക്കുന്നുവെന്നാ തോന്നുന്നത്. ആദി, നീ ആ മൂവിയിലെ കാർട്ടൂൺ. നിങ്ങളുടെ ടൈം പാസ് കഴിഞ്ഞെങ്കിൽ മിഷനിൽ ശ്രദ്ധിക്കുക. ഓക്കെ സർ, ഞാൻ അവരുടെ ലോക്സിൽ ഒരു വൈറസ് ഇൻജെക്ട് ചെയ്യുകയാണ്. ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ എല്ലാ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സും ഉറപ്പായിട്ടും മിസ്സിംഗ് ആകും. ഗുഡ്. നമുക്ക് ഷിപ്മെന്റ് ഡിസ്ട്രോയ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സർ, ഇതല്ലേ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ പുതിയ സർപ്രൈസ് ഗാഡ്ജറ്റ്? സൈലന്റ് ഡിറ്റോണേഷൻ മോഡ്. ശബ്ദമില്ലാതെ എല്ലാം ഈ ഭൂം പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ എന്നാലേ നീ വെറോണിക്കയോടുകൂടി ഓടിക്കും. ആലിയ, ഡിസ്ട്രാക്ഷൻസ് നിർത്ത്. എക്സ്പ്ലോസീവ് കറക്റ്റ് സ്പോട്ടിൽ വെക്ക്. യെസ് സർ. ഓ നോ, സെക്യൂരിറ്റി ഗ്രിഡിൽ ഇന്റർഫെറൻസ് ഡിറ്റക്ട് ചെയ്യുകയാണ്. വെയർഹൗസ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. മെഹുൽ, എന്ത്? അവൻ അവിടെ കാണുമോ? നീ പറഞ്ഞിരുന്നു അവൻ അവിടെ കാണില്ല എന്ന്. ഞാൻ കരുതിയിരുന്നത് അവൻ ഓടിക്കാണുമെന്നാണ്. പക്ഷെ അല്ല, അവൻ ഇതെല്ലാം ഇല്ലാതാക്കാൻ മാത്രമല്ല എന്നെ നശിപ്പിക്കാൻ കൂടിയാ വന്നത്. മൈക്കിൾ, എല്ലാ എക്സിറ്റും സീൽ ചെയ്യും. ആരും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകില്ല. ജാക്കിന് സംശയമുണ്ടായിരുന്നു ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ആരോ വിവരങ്ങൾ ലീക്ക് ചെയ്യുന്നുണ്ടെന്ന്. അവൻ സഞ്ജനയെയും ജിമ്മിയെയും ഓഫീസിലേക്ക് അയച്ചു. എന്നിട്ട് സ്വയം കഫേയിലേക്ക് പോയി. അവിടെ ഇരുന്ന് ആ ഭിക്ഷക്കാരനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭിക്ഷക്കാരൻ അവിടെ നിന്ന് എണീറ്റ് ഒരു മഞ്ഞ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ജാക്കിന് അവന് സംശയമുണ്ടെന്ന് ചിലപ്പോൾ അവന് മനസ്സിലായി കാണും. ജാക്ക് കഫേയിൽ നിന്നും എണീറ്റ് അടുത്തിരുന്ന ബൈക്കും എടുത്തുകൊണ്ട് അവനെ പിന്തുടരുന്നു. അതെ, എന്റെ ബൈക്ക്! കള്ളൻ! പിടിക്കവനെ! ജാക്ക് വളരെ വേഗത്തിൽ ആ മഞ്ഞ കാറിനെ പിന്തുടരുന്നു. എന്നാൽ അപ്പോഴേക്കും ബൈക്കിന്റെ ഫ്യൂവൽ തീർന്നു പോകും. ഓ നോ, ഇന്നവൻ രക്ഷപ്പെട്ടു. മറ്റൊരിടത്ത് കോക്കയും ലൂക്കയും മ്യൂസിയത്തിൽ എത്തിച്ചേർന്നു. ഇത് മുഴുവനും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇവിടെ എങ്ങനെ മോഷണം നടത്തും? ഇങ്ങനെയുള്ള ഡ്രാക്കോൻ എക്സസിൽ ഞാൻ ട്രാക്കിംഗ് കിങ് അല്ല. ഇവിടുത്തെ ഗ്ലാസ് ഡിജിറ്റൽ ഗ്ലാസ് ആണ്. ഞാൻ അത് ഹാക്ക് ചെയ്ത് ഇതിൽ ഫേക്ക് വീഡിയോസ് പ്ലേ ചെയ്യും. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായി തോന്നുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞ കൂക്ക തന്റെ ലാപ്ടോപ്പിൽ മ്യൂസിയത്തിലെ ഗ്ലാസ് ഹാക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഫേക്ക് വീഡിയോസ് പ്ലേ ചെയ്യുന്നു. പുറത്ത് ഗാർഡ്സിന് തോന്നുന്നു അകത്തെല്ലാം നോർമലാണ്. അകത്ത് ഗൺ പോയിന്റിന് മുന്നിൽ എല്ലാവരെയും ഒരിടത്തിരുത്തുന്നു. എന്നിട്ട് മോഷണം നടത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. രണ്ടുപേരും കാറിൽ ഇരുന്നതിന് ശേഷം അതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ നിർത്തുന്നു. പോലീസും ഗാർഡ്സും ശ്രദ്ധിക്കുമ്പോൾ അവർ ഞെട്ടിപ്പോകുന്നു. അകത്ത് എല്ലാവരെയും ബന്ധിച്ചിരിക്കുകയാണ്. അകത്ത് മോഷണം നടന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ജിമ്മിയും സഞ്ജനയും അവിടേക്ക് എത്തിച്ചേരുന്നു. മറ്റൊരിടത്ത് നിന്ന് ജാക്കും അവിടേക്ക് എത്തിച്ചേരുന്നു. മ്യൂസിയം മുഴുവനും ഗ്ലാസ് ആണ്. എന്നിട്ടും മോഷണം നടന്നപ്പോൾ ആരും എന്തുകൊണ്ടാണ് അവരെ കാണാത്തത്? സർ, ഈ ഗ്ലാസ് ഡിജിറ്റലാണ്. അതിനർത്ഥം അവർ ഡിജിറ്റൽ ഗ്ലാസ് ഹാക്ക് ചെയ്ത് ഫേക്ക് ഡിസ്പ്ലേ ചെയ്തതാണ്. വളരെ ഇന്റലിജൻസ് ടീംസാണ്. അവരെ പിടിക്കുന്നത് വളരെ രസകരമായിരിക്കും. അവിടെ ആലിയ ഡോക്യാർഡിൽ ലാസ്റ്റ് ബോംബും സെറ്റ് ചെയ്യുന്നു. സർ, പുറത്ത് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കും. എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യുക. ഇത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് വെറോണിക്കയുടെ മുഴുവൻ നെറ്റ്വർക്കും എക്സ്പോസ് ചെയ്യുവാൻ സാധിക്കും. സർ, ഞാൻ ബോംബ് വയ്ക്കുന്നതിൽ എക്സ്പേർട്ടായി. ഈ ബ്ലാസ്റ്റ് നടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എക്സ്പീരിയൻസ് ഇപ്പോഴുമില്ല. ഇത് പഠിക്കുവാനുള്ള ശരിയായ സമയം പക്ഷേ ഇതല്ല ആലിയ. വെറോണിക്ക, വെയർഹൗസ് ഡിസ്ട്രോയ് ആവുകയാണെങ്കിൽ ഷിപ്മെന്റ് നഷ്ടപ്പെടും. ഷിപ്മെന്റ് പോകുന്നെങ്കിൽ പോകട്ടെ, എന്നാലും മെഹുൽ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. വെറോണിക്ക മോഷൻ സെൻസേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. സർ, ഇത് വീഡിയോ ഗെയിം പോലെയായി. ആരെങ്കിലും മൂവ് ചെയ്താൽ ഇത്
ആദി, സിസ്റ്റം ഷട്ട്ഡൗണിന്റെ സ്റ്റേറ്റസ് എന്താണ്? സർ, 90% കംപ്ലീറ്റ് ആണ്. വെറോണിക്കയുടെ സെക്യൂരിറ്റി ഓവർ റൈറ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് താനും. ഞാൻ അവരുടെ ബാക്കപ്പ് ഫയർവാൾ വരെ എത്തിച്ചേർന്നു. 30 സെക്കൻഡ് കൂടി ഇനി എനിക്ക് വേണം. ആലിയ, ഈ ക്ലോക്കിംഗ് ഡിവൈസ് നമുക്ക് ആവശ്യമായി വരും. ഈ ക്ലോക്കിംഗ് ഡിവൈസ് ഒരു ഒപ്റ്റിക്കൽ കാമഫ്ലേജ് ആണ്. ഇത് നമ്മുടെ പുറകെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കാൻ ചെയ്യുന്നു, എന്നിട്ട് മുന്നിൽ ഒരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈ എൻവയോൺമെന്റിൽ മിക്സ് ആകുവാൻ കഴിയും. അതിനർത്ഥം നമ്മൾ ഹാരി പോട്ടറിലെ ഇൻവിസിബിൾ ക്ലോക്കിനെ പോലെയായി. അല്ല, ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ മൂവ് ചെയ്തു കഴിഞ്ഞാൽ ക്ലോക്കിംഗ് ബ്രേക്ക് ആകും. അങ്ങനെ നമ്മളെ എല്ലാവരും കാണുകയും ചെയ്യും. സർ, എനിക്കിപ്പോ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. മിണ്ടാതിരിക്കെ, ഒരു ശബ്ദവും പുറത്തു വിടരുത്. സർ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലെഫ്റ്റിൽ ഒരു എക്സിറ്റ് ഉണ്ട്. എന്നാൽ ഗാർഡ്സ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആദി, നീ വെറോണിക്കയുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾസ് അലാം ട്രിഗർ ചെയ്യുക. എല്ലാ ഗാർഡ്സിനെയും മറ്റൊരു ഡയറക്ഷനിലേക്ക് പറഞ്ഞുവിട്. ഡൺ സർ. ഫേക്ക് ഇൻഡ്യൂഷൻ അലേർട്ട് ആക്ടിവേറ്റ് ചെയ്തു. ഗാർഡ്സ് ഫേക്ക് അലേർട്ട് കേട്ടതും ആ ഡയറക്ഷനിലേക്ക് ഓടുവാൻ തുടങ്ങി. സർ, താങ്കളുടെ സ്മാർട്ട്നെസ്സിന് എന്തെങ്കിലും ആന്റിഡോട്ട് ഉണ്ടോ സർ? കാരണം എന്റെ ഹൃദയം പലതവണ ധനിച്ചു പോകുന്നു. മിഷനിൽ ശ്രദ്ധിക്കുക. എല്ലാം വെറോണിക്കയുടെ പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത്. നമ്മൾ ക്രിപ്റ്റോസ് മോഷ്ടിച്ചു, കൂടാതെ കോടിക്കണക്കിന് സ്വർണവും. ഈ ഡോക്ടറുടെ കാര്യമോ? അവരെന്ത് ചെയ്യണം? ഡോക്ടർ സഞ്ജനയെ കുറച്ചു നേരം കൂടി ഇങ്ങനെ ബന്ധിയാക്കി വെക്കുക. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർ ജാക്കിനെയും ജിമ്മിയെയും കൊന്നതിന് ശേഷം നമുക്ക് ഇവരെയും കൊല്ലാം. ഞാൻ ഗോവയിൽ വെറോണിക്കയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഗോവയിലേക്ക് ഷിപ്മെന്റ് പുറപ്പെടുമെന്ന്. ഈ മ്യൂസിയം ഡിജിറ്റൽ ഗ്ലാസ് ആണ്. ഈ ഇൻഫർമേഷൻ വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ലൂക്കയ്ക്കും കൂക്കയ്ക്കും ഈ വിവരം കിട്ടിയത്? കൂടാതെ ആ ഭിക്ഷക്കാരനെ ഞാൻ നിരീക്ഷിക്കുകയാണെന്ന് അവൻ എങ്ങനെ മനസ്സിലായി? തീർച്ചയായും എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്ത മോഷണം സെക്ടർ 8-ലാണ് നടക്കാൻ പോകുന്നതെന്ന്. സെക്ടർ 8-ൽ എവിടെ? എന്തുകൊണ്ട്? ഡോക്ടർ സഞ്ജന പെട്ടെന്ന് തന്നെ ഓരോ കേസും വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവർ ഇത്രയും ഇൻവോൾവ് ആകുന്നത് കാണുന്നത്. എന്തോ കുഴപ്പമുണ്ട്. ഡോക്ടർ സഞ്ജന, മുംബൈയിൽ മെഹുലിന് എങ്ങനെയുണ്ട്? മുംബൈയിലെല്ലാം ശരിയല്ലേ? ഓൾ ഗുഡ് ഇൻ മുംബൈ. മെഹുൽ ഗോവയിലാണ്. ഇക്കാര്യം 100% ഡോക്ടർ സഞ്ജന അറിയേണ്ടതാണ്. വരൂ ഡോക്ടർ സഞ്ജന, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ഞാൻ എടുത്തു തരാം. വെറോണിക്കയുടെ കൺമുന്നിൽ മുഴുവൻ ഡോക്യാർഡും കത്തുകയാണ്. ഗാർഡ്സ് എല്ലായിടത്തും മെഹുലിനെയും ആലിയെയും തിരയുകയാണ്. മെഹുലും മാലിയെയും ഗാർഡ്സിന്റെ കണ്ണിൽ നിന്ന് സ്വയം രക്ഷിക്കുകയായിരുന്നു. മെഹുൽ ഈ ഡോക്യാർഡിൽ നിന്ന് പുറത്തു കടക്കുവാൻ പാടില്ല. ഫൈൻഡ് ഹിം ആൻഡ് കിൽ ഹിം. നമുക്ക് അവനെ കാണുവാൻ കഴിയുന്നില്ല. എല്ലായിടവും പുകയാണ്. നിങ്ങൾ എന്ത് യൂസ്ലെസ്സാ. അവൻ ഇവിടെ എവിടെയുണ്ട്. സർ, വെറോണിക്കയുടെ ദേഷ്യം ഡേഞ്ചറസ് ആണ്. ഇന്ന് ഞങ്ങളുടെ സൗഹൃദം ദൃഢമായതായി തോന്നുന്നു. സൗഹൃദമല്ല ആലിയ, അഭേദ്യമായ ശത്രുതയാണ്. ആലിയയും മെഹുലും വെറോണിക്കയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ എപ്പോൾ വരെ അവർക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയും? സർ, എവിടുന്നാ ഈ ചൂടുള്ള സാധനം എന്റെ തോളിലേക്ക് വീഴുന്നത്? മിണ്ടാതിരിക്കെ, ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത്. ഓ നോ സർ, ഈ ക്ലോത്ത് കത്തുകയാണ്. ഫൈനലി ഐ സീ യു മെഹുൽ. സർ, ഇത് പെൺകുട്ടിയാണോ അതോ സ്പൈഡർമാനോ? എത്ര ചടുലമാണവൻ. ഇപ്പോൾ തമാശ പറയുവാനുള്ള സമയമല്ല. ഈ പെൺകുട്ടി ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് ഓടിക്കുവാൻ കഴിയുമെങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് ഓടുവാൻ കഴിയില്ല. ഇതാ ഡോക്ടർ സഞ്ജന, നിങ്ങളുടെ ഫേവറേറ്റ് കോഫി. താങ്ക് യു ജയൻ. വളരെ കാലത്തിന് ശേഷം ഐ ആം ഡ്രിങ്കിങ് മൈ ഫേവറേറ്റ് കോഫി. ട്രാപ്ഡ്. ഡോക്ടർ സഞ്ജന കോഫി കുടിക്കാറില്ല. ഞാൻ ഈ പെൺകുട്ടിയെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥ ഡോക്ടർ സഞ്ജന ആയിരിക്കില്ല. അവരുടെ ജീവൻ അപകടത്തിലാണ്. ജാക്ക് ജിമ്മിയോട് മുഴുവൻ കാര്യവും പറയുന്നു. രണ്ടുപേരും ഡോക്ടർ സഞ്ജനയെ നിരീക്ഷിക്കുവാനും തുടങ്ങുന്നു.
ഡോക്ടർ സഞ്ജനയെ പിന്തുടർന്ന് രണ്ടുപേരും ഒരു വെയർ ഹൗസിന്റെ അടുത്തേക്ക് എത്തുന്നു. സർ, ഗാർഡ്സ് വളരെ കൂടുതലാണ്. നമ്മൾ പ്ലാൻ ചെയ്യാതെ അകത്തേക്ക് കയറിയാൽ ഡോക്ടർ സഞ്ജനയോടൊപ്പം നമ്മളും കൊടുക്കും. വെയർ ഹൗസിന്റെ പുറകിൽ ഒരു ഓൾഡ് വെന്റിലേഷൻ ഡക്ട് ഉണ്ട്. നമ്മൾ അതിലൂടെ സൈലന്റ് ആയി അകത്തേക്ക് കടന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് എത്താം. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്തെന്നാൽ ഈ ഡിവൈസ് മുഴുവൻ വെയർ ഹൗസിലെ CCTVയും പവറും 30 സെക്കൻഡ് കട്ട് ചെയ്യും. അപ്പോഴേക്കും കാര്യം നടന്നിരിക്കണം. രണ്ട് ഡിറ്റക്റ്റീവും ഡ്യൂപ്ലിക്കേറ്റ് സഞ്ജനയെ ബോധം കെടുത്തി യഥാർത്ഥ ഡോക്ടർ സഞ്ജനയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇനി ഏതാനും മണിക്കൂറുകളുടെ കാര്യം, പിന്നെ ഈ കേസ് ക്ലോസ് ആകും. ജാക്കും ജിമ്മിയും ഡോക്ടർ സഞ്ജനയെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഒടുവിൽ വെറോണിക്കയും മെഹുലും മുഖാമുഖം വന്നിരിക്കുന്നു. മെഹുൽ, നിങ്ങൾ എപ്പോഴും രക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് നോക്കാം എത്ര തവണ നീ രക്ഷപ്പെടുമെന്ന്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന നിന്റെ രീതി ഇപ്പോഴും മാറ്റിയിട്ടില്ല വെറോണിക്ക. നീ അരെ സർ, എനിക്കും വേണം ഇതുപോലൊരു കൂൾ ഗാഡ്ജറ്റ്സ്. ഫാഷനും ഫൈറ്റും രണ്ടും കൂടി ഒരുമിച്ച്. സയന്റിസ്റ്റിന്റെ ഗാഡ്ജറ്റ്സ് സമയത്തിന് ഉപയോഗപ്പെടുത്തും. വൗ സർ, സ്പെഷ്യൽ ഗാഡ്ജറ്റ്സ്. എന്നാൽ ഇതെപ്പോഴും താങ്കൾക്ക് മാത്രം എന്താ ലഭിക്കുന്നത്? എത്ര തവണ നീ രക്ഷപ്പെടുമെന്നും? ആവശ്യമുള്ള അത്രമാത്രം വെറോണിക്ക. ഓ സർ, എനിക്ക് തോന്നുന്നു താങ്കൾ കുട്ടിക്കാലത്ത് ബ്രൂസ്ലിയുടെ സിനിമകൾ കാണാറുണ്ടായിരുന്നുവെന്ന്. ആലിയ, ഫൈറ്റിൽ ശ്രദ്ധിക്കുക. ഫൈറ്റ് ചെയ്യാൻ അറിയാമോ അതോ ഓടാൻ മാത്രമാണോ എക്സ്പേർട്ട്? ഞാൻ നിന്നെ ഇടിക്കുമ്പോഴുണ്ടല്ലോ, ഓടുന്നതിൽ നീയായിരിക്കും എക്സ്പേർട്ട്. പൈപ്പ് ഉപയോഗിച്ചാണോ ഫൈറ്റ് ചെയ്യുന്നത്? ഇതെന്താ സ്ട്രീറ്റ് ഫൈറ്റ് ആണോ? അല്ലടോ, ഈ ഫൈറ്റും നിന്റെ കരിയറും രണ്ടും ഇവിടെ അവസാനിക്കാൻ പോവുകയാ. സഹോദര, ഇതെല്ലാം ഉപേക്ഷിക്ക്. എന്നിട്ട് നല്ല എന്തെങ്കിലും ജോലി അന്വേഷിക്ക്. ഗാർഡ്സ് മെഹുലിനെയും ആലിയെയും ഗൺ പോയിന്റിൽ എല്ലാ ഭാഗത്തു നിന്നും വളയുന്നു. നിൽക്കൂ, ഈ യുദ്ധം ഞാനും മെഹുലും തമ്മിലുള്ളതാണ്. ആരും ഇടയ്ക്ക് ഇന്റർഫെയർ ചെയ്യരുത്. നിന്റെ ഉള്ളിൽ കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട്. അല്ല മെഹുൽ, എന്റെ സ്വന്തം കൈകൊണ്ട് നിന്നെ തോൽപ്പിക്കുന്നത് ആസ്വദിക്കുവാൻ വേണ്ടി. വിചാരിക്കുന്നത് നീ ജയിച്ചു എന്നാണോ മെഹുൽ? വിജയത്തെയും തോൽവിയെയും കുറിച്ച് പിന്നീട് സംസാരിക്കാം. നീ ആദ്യം നിന്റെ എംപയർ കത്തുന്നത് കാണ്. വെറോണിക്കയുടെ കൺമുന്നിൽ അവളുടെ എല്ലാ ഷിപ്മെന്റും ഡോക്യാർഡും കത്തുകയാണ്. അടുത്തതും പോയിരിക്കുന്നു. ഗെയിം ഓവർ വെറോണിക്ക. ഇനി ലാസ്റ്റ് ഷിപ്പ് മാത്രമേ ഉള്ളൂ, ടോർപിഡോ ലോഞ്ച്. ഇന്നത്തെ ദിവസം എന്തായാലും ഒഫീഷ്യലി ബെസ്റ്റ് ഡേ ആണ്. ഫ്ലർട്ടിംഗ് കുറച്ചും ജോലി കൂടുതലും ചെയ്യും ആദി. സർ, ആരോ പുറത്തേക്ക് പോകുന്ന എല്ലാ ഷിപ്മെന്റും ഡിസ്ട്രോയ് ചെയ്തു. മെഹുൽ, നീ വെറും ഒരു ഷിപ്മെന്റ് മാത്രമല്ല, മുഴുവൻ നെറ്റ്വർക്കിനെയും അറ്റാക്ക് ചെയ്തു. എന്നാൽ ഇത് എങ്ങനെ പോസിബിൾ ആകും?
ഇതെന്താണ്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർ സഞ്ജനയാണ്. യഥാർത്ഥ ഡോക്ടർ സഞ്ജന എവിടെ പോയി? ഇതെന്തു പറ്റി? എങ്ങനെ സംഭവിച്ചു? എപ്പോൾ സംഭവിച്ചു? ഞാൻ ഇനി വെറോണിക്കയോട് എന്ത് മറുപടി പറയും? വെറോണിക്കയ്ക്ക് തന്റെ ഷിപ്മെന്റ് കത്തുന്നത് കണ്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഫയർ! എല്ലാവരെയും വെടിവെക്ക്. മെഹുലിനെ ജീവനോടെ വെറുതെ വിടരുത്. ഗാർഡ്സ് മെഹുലിനെയും മാലിയെയും വെടിവെക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ പെട്ടെന്നൊരു സ്പോട്ട് ബോംബ് ബ്ലാസ്റ്റ് നടക്കും. ബോസ്, ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? മിഷൻ കംപ്ലീറ്റ് സർ. നിങ്ങൾ എല്ലാവരും സേഫാണ്. ഗുഡ് വർക്ക് സോണിയ. നമുക്കിവിടെ നിന്ന് പുറത്തു കിടക്കാം. മെഹുലും മാലിയെയും വെറോണിക്കയുടെ ഡോക്യാർഡ്സിനെ കത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മെഹുൽ, ഇത് ശരിക്കും ഒരു തുടക്കം മാത്രമാണ്. നീ എത്ര തവണ വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. അടുത്ത തവണ നീ എന്തായാലും രക്ഷപ്പെടില്ല. എന്താ, വെറോണിക്ക തന്റെ തോൽവി സമ്മതിച്ചോ? അതോ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ?